ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി സച്ചിയും പറയുന്നത് കേട്ടുകൊണ്ട് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ താൻ മാറി നിന്നല്ലോ എന്നുള്ളൊരു സങ്കടത്തോട് കൂടി നിൽക്കുകയാണ് വർഷ. തനിക്കെന്തായാലും ശ്രീകാന്തിന് വിശ്വാസമായിരുന്നു. പക്ഷേ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത നേരത്ത് പ്രിയയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ വിഷമത്തിലാണ് താൻ മാറി നിന്നതെന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അതിനുശേഷം എത്രയും വേഗം തന്നെ നമുക്ക് ഫംഗ്ഷന് പോകാമെന്നൊക്കെ സച്ചി പറയുന്ന നേരത്ത് വർഷയും അത് സമ്മതിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രേവതി സച്ചിനായിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്തിനോട് വിളിച്ചു പറ, വർഷയെ കണ്ടെത്തിയെന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴെന്തായാലും അവനോട് പറയുമൊന്നും വേണ്ട, അവൻ എന്തായാലും ഇത്ര നേരം ടെൻഷൻ അടിച്ചിരിക്കില്ലായിരുന്നോ, നമുക്ക് എന്തായാലും സർപ്രൈസോട് കൂടി തന്നെ അങ്ങോട്ട് കയറി ചെല്ലാമെന്നും പറഞ്ഞുകൊണ്ട് വർഷ ഇതുവരെയും കൂട്ടിക്കൊണ്ട് പോകുന്നതിന് തൊട്ട് മുന്നേ പറയുകയാണ്, ഞാൻ ഒരു കടയിലായിട്ട് ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് തുന്നാൻ കൊടുത്തിട്ട് അതും കൂടെ മേടിച്ചുകൊണ്ട് വേണ്ടി പോകാനെന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ഫംഗ്ഷനിലാകട്ടെ നമ്മുടെ സുധിയുടെ ഫ്രണ്ട്, പാർക്കിലെ ഫ്രണ്ട് നല്ല രീതിയിൽ തന്നെ മിമിക്രി അവതരിപ്പിക്കുന്നുണ്ട്. മധുവിനെ അവതരിപ്പിക്കുന്നു, മോഹൻലാലിനെ അവതരിപ്പിക്കുന്നു. ഇവരെല്ലാവരും വന്നിട്ട് നമ്മുടെ ശ്രീകാന്തിന് വർഷയ്ക്കുമുള്ള ആശംസകൾ അറിയിക്കേണ്ട എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം തന്നെ നമ്മുടെ ശ്രീകാന്ത് ആകട്ടെ ഇത്രയും നേരമായിട്ട് വർഷ വരാത്തതുകൊണ്ട് തന്നെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ രവിയും അച്ഛമ്മയും അങ്ങോട്ട് വന്നിട്ട് കാര്യം നിൽക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഗിഫ്റ്റ് മേടിക്കാൻ പോയി സച്ചി രേവതി ഇതുവരെ വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. ഇതുവരെയും കാണുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഒരു ആകാംക്ഷയോട് കൂടി തന്നെ വർഷ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്താണ് വർഷ പിന്നിൽ നിന്ന് വരുന്നുണ്ട്. വർഷയെങ്കിലും കാണുമ്പോഴത്തെ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ഈ ഒരു സമയം തന്നെ മധുസൂദനൻ മഹിമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത്രയും വൈകിയതിന് കാരണമൊക്കെ തിരക്കുന്ന സമയത്ത് അത്യാവശ്യമായിട്ടൊരു ഡബ്ബ് ചെയ്യണം, മാത്രമല്ല ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് വരുന്ന വഴിക്കാണ് മേടിച്ചുകൊണ്ട് വന്നത്, അതുകൊണ്ടൊക്കെയാണ് താൻ ലേറ്റായി പോയത്. എല്ലാവരോടും ക്ഷമയൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ ഫംഗ്ഷനിലായിട്ട് കിടക്കുകയാണ്. എന്നിരുന്നാലും ഇവർ പറയുന്നത് എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുണ്ടെന്നുള്ള കാര്യം ശ്രുതിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് വേഗം സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്, ഞങ്ങൾ വർഷയുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ചേട്ടനോടുള്ള സ്നേഹത്തിലുപരി ശ്രീകാന്ത് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള സ്നേഹപ്രകടനമായതുകൊണ്ട് തന്നെ സച്ചി അത് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ കേക്ക് കട്ട് ചെയ്ത് ഫംഗ്ഷൻ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു പറയുകയും ഒരുപാട് നല്ലൊരു ലൈഫ് തന്നതിന് നന്ദിയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ശ്രീകാന്തും വർഷയും തമ്മിൽ. ഇതിനിടയിൽ തന്നെ നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ സച്ചിയെയും രേവതിയോടൊക്കെ നന്ദി പറയുന്നുണ്ട്. നല്ലൊരു ജീവിതത്തിനിടയ്ക്ക് നല്ലൊരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് സച്ചിയാണ്, മാത്രമല്ല ഇങ്ങനെ ലൈഫിൽ ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടും ചെയ്തു തന്നത് രേവതി ചേച്ചിയാണ് എന്ന രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ വർഷയെ സംസാരിക്കട്ടെ, എനിക്ക് സ്വന്തം ഒരു ജ്യേഷ്ഠനെ പോലെ തന്നെയാണ് സച്ചിയേട്ടൻ, ജ്യേഷ്ഠനെ പോലെ തന്നെ ജ്യേഷ്ഠൻ തന്നെയാണ് സച്ചിയേട്ടൻ, മാത്രമല്ല എൻ്റെ സ്വന്തം ചേച്ചിയാണ് രേവതി ചേച്ചി എന്നൊക്കെ പറയുന്നത് ഈ നമ്മുടെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും അതിലുപരി മഹിമയ്ക്കും മധുസൂദനും തീരെ പിടിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം വർഷയും ശ്രീകാന്ത് നമ്മുടെ രവിനെ കുറിച്ചും ചന്ദ്രയെക്കുറിച്ചും ശ്രുതിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഫംഗ്ഷൻ വളരെ മനോഹരമായൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഗിഫ്റ്റ് കൊണ്ടേ കൊടുക്കുന്നു, ഇരുവരെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ നമ്മുടെ മഹിമ കൊണ്ട് വർഷയ്ക്കായിട്ട് ഡയമണ്ട് നെക്ലേസ് കൊടുക്കുന്നു. ഈ ഒരു സമയം തന്നെ രവിയും അച്ഛമ്മേനും കൂടിയിട്ട് ഇവർക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് മധുസൂദനൻ അവിടെ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. രവിയെ കാണുമ്പോൾ തന്നെ ചൊറിഞ്ഞുകൊണ്ടുള്ള വർത്തമാനത്തോടുകൂടി തന്നെ മധുസൂദനൻ രവിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അങ്ങനെ വളരെ നല്ല രീതിയിൽ ഫംഗ്ഷനൊക്കെ നടന്നില്ല, അവർക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതേ ഫംഗ്ഷനൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു, എന്തായാലും അവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ രവി പറയുമ്പോഴത്തേക്കും എന്താ കൊടുക്കുന്നത്, സോപ്പ് പൊട്ടിയോ അതോ കണ്ണാടി മറ്റേ ആണോ എന്ന് വെച്ചിട്ട് കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുന്നത്. കൂട്ടത്തിൽ തന്നെ പറയുകയാണ്, ഞാൻ എൻ്റെ മകൾക്ക് കൊടുത്തത് ഡയമണ്ട് നെക്ലേസ് ആണ്, അല്ലാതെ ഇതേപോലെ വില കുറഞ്ഞ സമ്മാനമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിയെ താഴ്ത്തിക്കെട്ടുന്ന രീതിക്ക് സംസാരിക്കുന്നുണ്ട്. രവിയാണ് ഒരു അക്ഷരം പോലും ഇണ്ടാതെ തന്നെ തന്നെ ചന്ദ്രയും വിളിച്ചുകൊണ്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സങ്കടത്തോട് തന്നെ പോവുകയാണ് കേട്ടോ. ആ ഒരു സമയം തന്നെ മധുസൂദന് കോള് വന്നുകൊണ്ട് മധുസൂദൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അച്ഛമ്മയാകട്ടെ ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല, നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്നും ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നാളെയാണ് നമ്മൾ ആ കാത്തിരുന്ന ഭാഗം, അച്ഛമ്മ മധുസൂദനക്ക് 8ന്റെ പണി നൽകുന്ന ഭാഗം നാളത്തെ എപ്പിസോഡ് ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.